പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രവും പേദയും അനിക്കുട്ടനെ കാണാനായിട്ട് ജോസഫിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അനിക്കുട്ടനെ കുറെ ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ വിക്രവും വേദയും സജീവും എല്ലാവരും ചേർന്ന് ഗുണ്ടകളെ എല്ലാം അടിച്ചു വീഴ്ത്തിയിട്ട് അനിക്കുട്ടനെ അവരിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഡാ നിന്റെ കാലം കഴിഞ്ഞതാ, നിന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നിന്നെ പറഞ്ഞു വിട്ടവരോട് പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രാജേട്ടനോട് പറയുന്നുണ്ട്, രാജേട്ടാ ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കുക, അനിക്കുട്ടനെയും ഞങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ ജോസ് പറയുന്നുണ്ട്, അവനെ ഈ അവസ്ഥയിൽ കൊണ്ടുപോകാൻ ശരിയാവില്ല. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാരമില്ല, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആപത്തുണ്ടാവും, അവനല്ലേ ഇപ്പോൾ സാക്ഷി, അതെല്ലാവർക്കും അറിയാം, അവൻ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, എവിടെ പോയാലും എവിടെയാണെന്ന് ഞങ്ങളെ ഒന്ന് അറിയിക്കണം. ഇനി എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും മാറി നിന്നിട്ട് അവിടെ നിന്ന് വിശദമായിട്ട് എല്ലാം പ്ലാൻ ചെയ്യണം, ബാക്കി അവിടെ ചെന്നിട്ടാവാ എന്ന് പറഞ്ഞിട്ട് വിക്രവും വേദയും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ പോയതിന്റെ പുറകെ തന്നെ ഒരു പോലീസ് ജീപ്പ് ജോസഫിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറ്. അപ്പോൾ ജോസഫ് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ എന്തിനു വേണ്ടിയാ? അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങളോട് കയറാൻ പറഞ്ഞാൽ കയറിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ അറിയണ്ട. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജോസഫിനെ രാജേട്ടനെ അവിടെ നിന്ന് പോലീസുകാർ കൊണ്ടുപോകണം. നേരെ കൊണ്ടുപോകുന്നത് ശ്രീകാന്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ? അപ്പോൾ ജോസഫ് ചോദിക്കുക, അതെ സാറേ, സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാതെ ഞങ്ങളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ പോലീസുകാരൻ പറയാണ്, എന്തിനാ കൊണ്ടുവന്നതൊക്കെ നീ പതിയെ അറിയും, നീ ആദ്യം അകത്തേക്ക് ചെല്ല്. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും അവർ രണ്ടുപേരും അടിച്ചിട്ട് വിക്രമിനെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറയുമ്പോൾ ജോസഫും രാജേട്ടനും പറയാണ്, അവരെങ്ങോട്ടാ പോയെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ അറിയാമെങ്കിൽ തന്നെ പറയാനും പോകുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് അവിടെ കിടക്കുന്ന ഒരു കമ്പി എടുത്ത് രണ്ടുപേരെ അടിക്കുകയാണ്. ശ്രീകാന്ത് അവരോട് പറയുന്നുണ്ട്, പുളിക്കനെ കൊന്നതിന്റെ ഒരേ ഒരു സാക്ഷി ആ അനിക്കുട്ടനാണല്ലേ, അതറിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുൻപ് അവനും വേദയും അവിടെ നിന്ന് പോയി കഴിഞ്ഞു, അവരെങ്ങോട്ടാ പോയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ ഇവരൊന്നും പറയില്ലെന്ന് മനസ്സിലായപ്പോൾ അടിച്ച് അവശരാക്കിയിട്ട് അവിടെ കെട്ടിയിട്ടിട്ട് 2 ദിവസം ആഹാരം കൊടുക്കുന്നില്ല. അപ്പോൾ നീയൊക്കെ തനിയെ പറയും, അല്ലെങ്കിലേ അവർ വിളിക്കുമല്ലോ, അപ്പോൾ നമുക്ക് കാര്യം അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശങ്കരനാരായണൻ മാഷിനെ വിളിച്ചിട്ട് പറയുകയാണ്, വിക്രം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മാഷേ, വേദ വിക്രമിനെ ഒളിപ്പിച്ചത് ഈ വീട്ടിൽ തന്നെ, അവളുടെ മുറിയിൽ തന്നെയായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവൻ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്, പിന്നെ ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് പോയി. അപ്പോൾ മാഷ് ചോദിക്കുകയാണ്, അത് പിന്നെ എനിക്ക്? അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, മാഷിന് ഇതൊന്നും അറിയില്ലെന്ന് എനിക്കറിയാം, കാരണം ഇത് വേദ സീക്രട്ടായിട്ട് വെച്ചിരുന്നതാ, അവക്ക് വിക്രമിന്റെ നിരപരാധിത്വം തെളിയിക്കണം, അത് തന്നെയാണ് കാര്യം. വേദയാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി മാഷേ, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് എനിക്ക് വാശിയുണ്ട്. അതെ, എൻ്റെ മോള് തന്നെയല്ലേ, അവള് വിക്രവുമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, എങ്ങോട്ടാ പോയതൊന്നും അറിയില്ല. അപ്പോൾ മാഷു പറയാം, അല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ശങ്കരൻ പറയുകയാണ്, അതെനിക്ക് തോന്നി, അവിടെ സേഫ് അല്ലെന്ന് അവൾക്കറിയാം, പിന്നെ എങ്ങോട്ടാ പോയെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ മാഷിനോട് പറയാം, മാഷ് എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ എന്നോടുകൂടി പറയണം. ഞാൻ പാല് കൊടുത്ത് വളർത്തിയ എൻ്റെ മകൻ തന്നെയായിരുന്നു എല്ലാത്തിനും പ്രശ്നം, അത് എൻ്റെ മകളാണ് എനിക്ക് കാട്ടിത്തന്നത്, അവനാണ് മാഷിനെ ശുചീന്ദ്രത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതും എൻ്റെ മകളെ ബ്ലാക്ക്മെയിൽ ചെയ്തതും എല്ലാം എനിക്ക് മനസ്സിലായി മാഷേ, അവനായിരിക്കും തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വേദ എല്ലാ തെറ്റും കണ്ടുപിടിച്ച് തെളിവ് സഹിതം വിക്രമിനെ രക്ഷിക്കും, എനിക്ക് ഉറപ്പാണ്. എൻ്റെ മകന് വേണ്ടി ഞാൻ മാഷിനോട് മാപ്പ് ചോദിക്കുകയാണ്, അതിനുകൂടിയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, വിക്രം ഈ വീട്ടിൽ നിന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, അവൻ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അവനെ വിശ്വാസമാണ്. എന്ത് വിവരവും കിട്ടിയാലും മാഷ് എന്നെ വിളിക്കണം. ഇനി പഴയതുപോലല്ല, 2 കുടുംബങ്ങളും തമ്മിൽ നല്ല കരുതലും സ്നേഹവും വിളിയും പറച്ചിലും എല്ലാം വേണം മാഷെ. എല്ലാം കലങ്ങി തെളിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, ഇനി പഴയ പോലല്ല, എല്ലാവരും സ്നേഹത്തോടെ തന്നെ കഴിയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ശങ്കരൻ ഫോൺ വെക്കുന്നു. മാഷാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്തും വർഷയും വർഷയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ, അച്ഛാ ഞങ്ങൾ പോവുക, കുറച്ച് ദിവസം ഞാൻ വർഷയുടെ വീട്ടിലായിരിക്കും, വർഷയും കുറച്ച് ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ. അപ്പോൾ ശങ്കരനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ശ്രീകാന്ത് പറയണം, അച്ഛൻ ഇപ്പോഴും വേദ പറയുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നതല്ലേ, അവള് നിങ്ങളെല്ലാം പറഞ്ഞു പറ്റിച്ചതാ, അവനെ ഇവിടെ നിർത്തിയതിൽ അവൾ ഓരോ ന്യായം കണ്ടുപിടിച്ചതാ. അപ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, ഓ സ്വന്തം പെങ്ങളെ തട്ടിക്കൊണ്ടു പോവുക, പെങ്ങളുടെ അമ്മായിയച്ഛനെ കൊല്ലാൻ ശ്രമിക്കുക, ഇതൊക്കെ ഏതെങ്കിലും ആങ്ങളെ ചെയ്യുന്ന പണിയാണോ? അപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്തെ നീ ഒന്നും മിണ്ടാ നിൽക്കുന്നത്, അവൾക്ക് ഉത്തരം കൊടുക്ക്. അപ്പോൾ ശ്രീകാന്ത് പറയാം, നിങ്ങളെല്ലാവരും ആ വേദ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയല്ലേ, ഞാൻ ഇതിന് മറുപടി പറഞ്ഞാലേ അച്ഛനും സങ്കടമാവും, അച്ഛൻ തന്നെ എല്ലാത്തിനും തുടക്കം കുറിച്ചത്, പിന്നെ എനിക്കതൊരു ഹരമായി. അച്ഛൻ പിന്നെ കാശിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ എല്ലാം മറന്നു, പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. അവൻ എൻ്റെ കമ്പനിയിലെ പ്രതിഷേധം ഉണ്ടാക്കാൻ നോക്കി, അതുകൊണ്ട് അവന് ഞാൻ കൊടുത്ത പണി തന്നെ ഇത്, ഇനി അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ നോക്കുന്നില്ല. അപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട്, നീ കരുതിക്കൂട്ടി തന്നെയാണോ? ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ, ഞാൻ ഇനി അവരെ വെറുതെ വിടാൻ പോകുന്നില്ല, ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എൻ്റെ പ്ലാൻ.
പിന്നെ അവള് പറഞ്ഞതുപോലെ എല്ലാത്തിനും തലപ്പത്ത് അവനെ ഇരുത്താന്നൊന്നും ആരും വിചാരിക്കേണ്ട. നിങ്ങൾ ആര് പറഞ്ഞാലും അവൻ ഈ കുടുംബത്തിന്റെ തലപ്പത്തിരിക്കാൻ പോകുന്നില്ല. അവനെ ഞാൻ തീർത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ വർഷ എല്ലാവരോടും യാത്ര ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, മതി യാത്രയൊക്കെ ചോദിച്ചത്, ഇങ്ങോട്ട് ഇറങ്ങ്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ പത്മം ശങ്കരേട്ടനോട് പറയുകയാണ്, ശങ്കരേട്ടാ. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, ഇതിനെല്ലാം ഒരു തീർപ്പ് എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്, അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ അവിടെ നിന്ന് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് സജീവ് വിക്രമിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ജോസഫും രാജേട്ടനും എവിടെയാണെന്ന് ആർക്കും ഒന്നും അറിയില്ല, പക്ഷേ പോലീസ് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറേ നാളങ്ങനെ ഒളിപ്പിച്ചു വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ കാരണം എല്ലാവരും സങ്കടത്തിലാവുമല്ലേ, ഞാനങ്ങ് കീഴടങ്ങിയാൽ മതിയായിരുന്നു, അതാ നല്ലത്. ഇത് എനിക്ക് വേണ്ടി അവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് അടിച്ചിട്ടുണ്ടായിരിക്കും, കഷ്ടം. എനിക്ക് വേണ്ടി അവരെ അത് കൊള്ളുകയും ചെയ്യും. അപ്പോൾ സജീവ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നാളെ ശ്രീൻ സാറിനെ കാണാൻ പോകുന്നുണ്ട്, അവരെ രക്ഷിക്കാം. അപ്പോൾ വിക്രം പറയാം, ഞാനും കീഴടങ്ങിയാലോ? വേദ പറയാം, എന്ത് മന്ദത്തരമാണ് വിക്രം ഈ പറയുന്നത്, എന്തായാലും അധികം നാളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ സജീവ് പറയുന്നുണ്ട്, അതെ, എല്ലാവരും കണ്ടതല്ലേ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്, അപ്പോൾ കുറേ നാൾ അങ്ങനെ ഒളിപ്പിച്ചു വെക്കാനും പറ്റില്ല. അപ്പോൾ വേദ പറയണം, അതെ, കുറേ ഉപദ്രവിക്കാനും പറ്റില്ല, കാരണം രാജേട്ടൻ പ്രായം ചെന്നതല്ലേ, ഇയാൾക്ക് തന്നെയല്ലേ പണി കിട്ടാൻ പോകുന്നത്. എന്തായാലും നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ സജീവ് പറയാണ്, നിങ്ങൾ ഇടുക്കിയിലേക്ക് പൊക്കോ, അവിടെ ഒരു അച്ചായനുണ്ട്, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കാശും കൊടുത്തിട്ട് സജീവ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വിക്രം വേദയോട് പറയാണ്, അനിക്കുട്ടനുമായിട്ട് സേഫായിട്ട് നമ്മൾ അവിടെ എത്തണം, എങ്ങനെയെങ്കിലും ഇതിനുള്ള എല്ലാ പരിഹാരം കണ്ടുപിടിക്കണമെന്ന് രണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രണ്ടുപേരും ഇടുക്കിയിൽ ചെന്ന് ഒരു പള്ളിയിൽ അച്ഛനെ കാണുന്നതും ഒരു വീട്ടിൽ താമസമാക്കുന്നതുമാണ്. ഇവിടെ വെച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത്. Thank you.